ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ നമ്മുടെ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആകെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ എന്ന് വേണം പറയാം. മൺഡേ 12 മണിയാണ് ലാസ്റ്റ് ടൈം, February 3. അപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എല്ലാ ടീമുകളും അവരവർക്ക് വേണ്ട പ്ലേയേഴ്സിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ ചറപ്പറാന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ. അപ്പോൾ നമ്മുടെ യുണൈറ്റഡിനും കുറച്ച് ന്യൂസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ മാർക്കസ് റാഷ്ഫോർഡ്. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് അത് കൺഫേം ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. തുടക്കം മുതലേ, അതായത് നമ്മൾ വിൻ്റർ ട്രാൻസ്ഫർ തുടക്കം മുതലേ റാഷ്ഫോർഡിൻ്റെ പേര് പല പല ക്ലബ്ബുകളിലും കേട്ടിരുന്നു. ബട്ട് ആരും ഒന്നും നടന്നില്ല. അറ്റ് ലാസ്റ്റ് ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ വന്ന ഒരു പേരാണ് ആസ്റ്റൺ വില്ല. നമ്മുടെ പ്രീമിയർ ലീഗിൽ തന്നെ ഉനൈ എംറിയുടെ നല്ലപോലെ കളിച്ച് നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ആസ്റ്റൺ വില്ല റാഷ്ഫോർഡിനെ എടുക്കാമെന്നുള്ള ഒരു ഇതിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു അത് ഓൾമോസ്റ്റ് മിക്കവാറും ഡീൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം റാഷ്ഫോർഡിന് വേറൊരു ഓപ്ഷൻ ഇല്ല. റാഷ്ഫോർഡിന് ഇനി വെയിറ്റ് ചെയ്യാനോ ഞാൻ യൂറോപ്യൻ ടൈംസിൽ മാത്രമേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ടൈം കഴിഞ്ഞു. അവന് തന്നെ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഫാബ്രിയുടെ റിപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് എന്നാലും അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വേജസ് തന്നെയാണ്. ആസ്റ്റൺ വില്ലയും അവൻ്റെ ഫുൾ വേജസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്നാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് കവർ ചെയ്യും, ബാക്കി പാർട്ട് യുണൈറ്റഡ് കവർ ചെയ്യണം. പിന്നെ അവൻ്റെ പെർഫോമൻസിനുള്ള ബോണസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു റിപ്പോർട്ടിൽ കണ്ടത്. പിന്നെ അതും ബൈ ഓപ്ഷൻ ക്ലോസ് അങ്ങനെയാണ്. ലോണിലാണ് എടുക്കുന്നത്, അല്ലാണ്ട് ഡയറക്റ്റ് ബൈ അല്ല. ലോണിലെടുത്ത് പ്ലസ് ബൈ ഓപ്ഷൻ വെക്കാന്നുള്ള രീതിയിലാണ് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് മിക്കവാറും യുണൈറ്റഡും ആക്സെപ്റ്റ് ചെയ്യും, റാഷ്ഫോർഡും ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇനി ആകെ അത്രയേ ഉള്ളൂ. അവന് എന്തായാലും അമോറിമിൻ്റെ ടീമിൽ റാഷ്ഫോർഡ് ഇനി ഉണ്ടാവില്ല. പിന്നെ റാഷ്ഫോർഡ് എവിടെയെങ്കിലും പോയി നന്നായിക്കോട്ടെ, നമ്മുടെ ഒരു പ്ലെയർ തന്നെയാണ്, അവൻ നന്നായി കളിക്കുകയാണെങ്കിൽ നന്നായിക്കോട്ടെ. പ്രീമിയർ ലീഗിൽ തന്നെ കളിക്കുകയാണ്. ആസ്റ്റൺ വില്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീമിൽ തന്നെയാണ് അവൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ പോയി രക്ഷപ്പെടട്ടെ. പിന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത് ഗെർനാച്ചോൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് അമോറിം തന്നെ മാനേജ്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ന്യൂസ് കണ്ടത് ഞാൻ. ഗെർനാച്ചോ ഈസ് നോട്ട് ഫോർ സെയിൽ. ഗെർനാച്ചോനെ സെയിൽ ചെയ്യുന്നില്ല. കാരണം ഗെർനാച്ചോ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, ലാസ്റ്റ് 2-3 മാച്ചസിൽ ഗെർനാച്ചോയുടെ നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അമോറിമും അതിൽ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെർനാച്ചോയെ കീപ്പ് ചെയ്യാനുള്ള ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെയുള്ള ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലാഷ്യയെ ലോണിൽ എടുക്കാൻ ബെൻഫിക്ക, അതും ഓൾമോസ്റ്റ് ഡൺ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഫൈനൽ അവേഴ്സിൽ മലാഷ്യ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതും ഒന്നും പെർമനൻ്റ് ഡീലല്ല, എല്ലാം ലോണാണ്. ലോൺ അൺടിൽ എൻഡ് ഓഫ് ദ സീസൺ. മലാഷ്യയുടെ ബെൻഫിക്കയിലേക്കുള്ള പോവലും അത് തന്നെയാണ്. കാരണം നമ്മൾ ഡൊർഗു ഏകദേശം ഇന്ന് മെഡിക്കൽ എന്തായാലും ഉണ്ടാവും. പുള്ളി മാഞ്ചസ്റ്ററിൽ ലാൻഡ് ചെയ്തു, ജെറ്റിൽ നിന്നുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഫാബ്രീസിയോൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൊർഗു വന്നതോടുകൂടി എന്തായാലും മലാഷ്യ ലോണിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അത് പെർമനൻറ്റ് ഡീലല്ല. ലോണിൽ പോയിട്ട് വേണമെങ്കിൽ അടുത്ത സീസൺ, അതായത് നമ്മളെ സമ്മറിലേക്ക് അത് പെർമനൻ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ടീം കൊണ്ടുപോയിരിക്കാൻ നല്ലത് തന്നെയാണ്. കാരണം നമുക്ക് എന്തായാലും ഒരു പ്ലെയർ ഔട്ടാകുന്നതിന് തന്നെയാണ്. കാരണം അവരുടെ സാലറി വേജസ് നമ്മൾ കൊടുക്കാതിരിക്കുന്നതിനും തന്നെ നമുക്ക് ഈ FFP റൂൾസും കാര്യങ്ങളൊന്നും വരില്ല. റാഷ്ഫോർഡ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു സ്ട്രോങ് ഹോട്ട് റൂമർ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൈസ് ടെല്ലിൻ്റെത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. 60 million ആണ് സ്പേഴ്സ്, ടോട്ടൻഹാം ഹോട്ട്സ്പർ പുള്ളിക്ക് വേണ്ടിയിട്ട് ഇട്ടത്. ബട്ട് ഹി റിജക്ട്സ്. പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് യുണൈറ്റഡ് മാത്രം മതി എന്നുള്ള ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ളത്. മത്തൈസ് ടെൽ ഫോർവേഡ് അറ്റാക്കാറാണ്. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു വെർബലി ഒരു ഡീല് വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം 100% ന്യൂസ് ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട പോസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ കൺഫേംഡ് എന്നൊന്നും പറയുന്നില്ല നിങ്ങളോട്. ഫേക്കാണോ ഇതാണോ എന്ന് എന്നോട് ആരും പറയാൻ പാടില്ല. ഞാനൊരു കണ്ട പോസ്റ്റ് നിങ്ങളെ മുന്നിൽ അറിയിക്കുകയാണ്. മത്തൈസ് ടെല്ലിന് വേണ്ടിയിട്ട് ഒരു വെർബൽ ഓഫർ കൊടുത്തിട്ടുണ്ട്. അതായത് ലോണിലെടുത്തിട്ട് അൺടിൽ എൻഡ് ഓഫ് ദി സീസൺ പ്ലസ് ബൈ ഓപ്ഷൻ ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചിട്ടൊരു ഡീല് കൊടുത്തിട്ടുണ്ട്.
അത് ബയേൺ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ടെല്ലിന് അത് ഓക്കെയാണ്. കാരണം ടെൽ ഹീ ഈസ് കൺസിഡറിങ് ഫോർ യുണൈറ്റഡ് മൂവ്. ടെല്ലിന് യുണൈറ്റഡ് മൂവ് മതി. അതായത് നമ്മൾ ഇതുപോലെ ഉഗാർട്ടെ, നമ്മുടെ കുറച്ച് പ്ലേയേഴ്സ് ഇങ്ങനെ വന്നിരുന്നു പണ്ട്. അമ്രബാത്ത്, പല ടീമുകൾ പോയിട്ടും എല്ലാവരും റിജക്റ്റ് ചെയ്തിട്ട് യുണൈറ്റഡ് മാത്രം മതി, യുണൈറ്റഡിൽ കളിക്കാനാണ് താല്പര്യം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്ലെയറിനെ തന്നെയാണ് നമുക്കും വേണ്ടത്. അല്ലാതെ പൈസ നോക്കിയിട്ട് വരുന്നത്. ഇപ്പോൾ പൈസ നോക്കുകയാണെങ്കിൽ മത്തേസ് ടെല്ലിന് വേണമെങ്കിൽ ടോട്ടൻഹാമിലേക്ക് പോകായിരുന്നു. അത്രയും ഹ്യൂജ് ഓഫറാണ് അവർ മുന്നോട്ട് വെച്ചത്. ബട്ട് ഹീ റിജക്ട്സ്. അതുപോലെ തന്നെ ഉഗാർട്ടേന് പിന്നാലെ ലിവർപൂൾ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അമ്രാബാത്തിൻ്റെ പിന്നാലെ ലിവർപൂളും ആർസണലും എല്ലാവരും ഉണ്ടായിരുന്നു. ബട്ട് എല്ലാവരും റിജക്റ്റ് ചെയ്ത് യുണൈറ്റഡിന് വേണ്ടി കളിക്കണം. അപ്പം അങ്ങനെ വന്നിട്ട് കളിച്ച എല്ലാവരും നമുക്ക് വേണ്ടി നല്ലപോലെ കളിച്ച് നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ വേണ്ടതും അതുപോലെ തന്നെ ഒരു പ്ലെയർ, അതും സ്ട്രൈക്കർ പൊസിഷൻ, ഫോർവേഡ് തന്നെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ മത്തേസ് ടെല്ലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കളിക്കാരനാണ്. സ്റ്റിൽ യങ് ഏജ്, അഡ്വാൻസ്ഡ്, അതായത് എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കർ ആണോ നമ്മുടെ ഒസീമൻ, പിന്നെ അതുപോലെ ഗ്യോക്കോറസ് പോലത്തെ എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കർ അല്ല, യങ് സ്ട്രൈക്കറാണ്. ബട്ട് ഹിസ് പേസ്, ഫിനിഷിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ പിന്നെ മൊറിമിൻ്റെ സിസ്റ്റത്തിൽ വന്ന് സെറ്റ് ആവണം. നമുക്ക് എന്തായാലും ഒരു സ്ട്രൈക്കർ നിർബന്ധമാണ്. ഒസീമൻ എന്തായാലും ഇനി നടക്കില്ല, ഒസീമന് താല്പര്യമില്ല. ഗ്യോക്കോറസിന് വിൻ്ററിൽ നോക്കുകയും വേണ്ട, മിക്കവാറും സമ്മറിൽ നടത്തി ആ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ ആയിട്ട് ടെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ മത്തേസ് ടെല്ലിനെ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ല ഉചിതമായ ഓപ്ഷൻ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഡീൽ നടത്തുകയാണെങ്കിൽ വളരെ 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 നല്ലതായിരിക്കും. നല്ല ഗുഡ് ഒപ്പീനിയൻ ആയിരിക്കും അത്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ പോകുമ്പം യുണൈറ്റഡിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ളത്. നാളെ നമുക്ക് കളിയുണ്ട്, ക്രിസ്റ്റൽ പാലസിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ കളിയുടെ ഡീറ്റെയിൽസുമായിട്ടെല്ലാം വരാം. നാളെ രാവിലെ ലൈവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. ബൈ.